നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. FIRന്റെ പകർപ്പൊന്ന് വാങ്ങണം. പിന്നെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതിൽ പോലീസിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് SHOയോട് ചോദിച്ചറിയണം. ജാമ്യം ഓ അത് കിട്ടത്തൊന്നുമില്ല. അത് കിട്ടാൻ വേണ്ടിയല്ലേ കാഞ്ചന മാഡം നമ്മൾ ശ്രമിക്കുന്നതും ഒപ്പം പ്രാർത്ഥിക്കുന്നതും. വിഫല ശ്രമം. കാഞ്ചനയുടെ കാര്യം നോക്ക്. സിദ്ധാർത്ഥം പറയേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാ, കോടതിയിൽ പോലീസ് ചാർജ് ഷീറ്റ് സമർപ്പിക്കണം, എങ്കിലേ ട്രയൽ തുടങ്ങൂ. നമുക്ക് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനും പറ്റൂ. എത്ര ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണ്. 90 ദിവസമാണ് കോടതി നൽകുന്ന പരമാവധി സമയപരിധി. അതിനു മുൻപ് എപ്പോ വേണമെങ്കിലും പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാം. അല്ല, നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് നീക്കാം. ഇനി 90 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കോടതി പ്രതിയെ ജാമ്യത്തിൽ വിടും. എന്നാലും 90 ദിവസം എന്തായാലും അകത്ത് തന്നെ. കാഞ്ചന നീ അകത്ത് പോ. ഓ അത്രയും ദിവസമൊക്കെ നിരഞ്ജന അകത്ത് കിടക്കാന്ന് വെച്ചാ ചിന്തിക്കാൻ പോലും വയ്യ. വേറെ വഴിയൊന്നുമില്ലേ? പ്ലാൻ ബി ഉണ്ട് സർ, അത് വഴിയെ പറയാം. ഇതിപ്പോ ഒരുപാട് കോൺക്രീറ്റ് എവിഡൻസ് ഉള്ള കേസൊന്നും അല്ലല്ലോ. കേസ് തള്ളിപ്പോയില്ലേ? സാറിന്റെ ഈ വാദം നിലനിന്നേനെ. നിരഞ്ജൻ സാറിനെ ആരെങ്കിലും ഈ കേസിൽ കുടുക്കിയതായിരുന്നെങ്കിൽ. അല്ല, ഇതിപ്പോ നിരഞ്ജൻ സാറ് സ്വയം കുറ്റം ഏറ്റെടുത്തതല്ലേ. പോലീസിനും പബ്ലിക്കിനും മീഡിയയ്ക്കും മുൻപിൽ കേസിന്റെ ഗ്രാവിറ്റി കൂടും സർ. സാറിന് അറിയത്തില്ലേ നക്സൽ വർഗീസിന്റെ കേസ്? പതിറ്റാണ്ടുകൾക്ക് ശേഷം രാമചന്ദ്രൻ നായർന്ന റിട്ടയർഡ് പോലീസ് കോൺസ്റ്റബിൾ നടത്തിയ വെളിപ്പെടുത്തലിലാണ് ആ കേസ് വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നത്. അർഹതപ്പെട്ടവർക്കെല്ലാം ശിക്ഷ കിട്ടുകയും ചെയ്തു. ഇവിടെയും അതേ സിറ്റുവേഷനാ. നാളെ കോടതിയിൽ നിരഞ്ജൻ ഡോക്ടർ മൊഴി മാറ്റിയാലും നമ്മൾ നന്നായി വിയർക്കേണ്ടി വരും സർ. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുറ്റം ഏറ്റെടുത്തതിന്. അതുകൊണ്ട് എന്ത് കാര്യം സ്വാമിയേട്ടാ? അപ്പോഴും യഥാർത്ഥ പ്രതിയെ നമ്മൾ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. യഥാർത്ഥ പ്രതി പുറത്തു വരണം, കൊണ്ടുവരണം. അതിനാദ്യം വേണ്ടത് നിരഞ്ജൻ ഡോക്ടർ പുറത്തു വരിക എന്നതാണ്. നമ്മുടെ പ്രതീക്ഷ കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എവിടുന്ന്? നിരഞ്ജൻ ഡോക്ടർ പുറത്തു വന്നിരിക്കും സർ, അല്ലെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. പ്ലാൻ എ നമുക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്ലാൻ ബി. അല്ല വേലുണ്ണ, ഇന്ന് സാമ്പാർ അത്ര പോരാ. പച്ചക്കറിക്ക് തീ വിലയല്ലേ അണ്ണ. നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന സ്വന്തം പച്ചക്കറികളായതുകൊണ്ട് കുഴപ്പമില്ല. ജയിലിലിപ്പോ കോഴി വളർത്തലും ചപ്പാത്തി ഉണ്ടാക്കലും ഒക്കെ ഇല്ലയോ? നാട്ടുകാർക്ക് വിറ്റ് കാശും ഉണ്ടാക്കുന്നുണ്ട്. അതിനെന്തോ ഒരു പേര് പറയലോ അണ്ണ. ഫുഡ് ഫോർ ഫ്രീഡം. ആ അത് തന്നെ, അത് തന്നെ. ഡോക്ടറിനെ അറിയല്ലേ? ഇടയ്ക്കിടയ്ക്ക് ജയിൽ വിസിറ്റ് ഉണ്ടായിരുന്നു, തടവുകാരുടെ ആരോഗ്യം നോക്കാൻ. ആ ഡോക്ടറാ ഇപ്പൊ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും തടവ് ഉള്ളിയുടെ കുപ്പായൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ. വിധിയല്ലേ ചേട്ടാ, വിധിയെ തടുക്കാൻ ദൈവത്തിനാവില്ലെന്നാ. കുറച്ചു ദിവസം ജയിലിൽ കിടക്കാന്നുള്ളത് എന്റെ വിധിയാ. അത് സമ്മതിച്ചു. പക്ഷേ സാർ ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് കിടക്കുമ്പോ തോറ്റു പോകുന്നത് പുറത്തുള്ള സാറിന്റെ ബന്ധുക്കളാ. മനസ്സിലായില്ല. അല്ല സാറേ, ഇത്രയും പഠിപ്പും ബുദ്ധിയുള്ള സാറിന് മനസ്സിലായില്ലെന്ന് പറഞ്ഞാല് സാറിനെ തൊടാൻ പറ്റാത്തതുകൊണ്ട് ശത്രുക്കള് സാറിന് വേണ്ടപ്പെട്ടവരെ ടാർഗറ്റ് ചെയ്യും. ഭാര്യയെ രക്ഷിക്കാനാണ് സാർ ഈ കുറ്റം ഏറ്റെടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. സത്യത്തില് അവരെല്ലാം ഇപ്പോ നടുക്കടലിൽ തുഴയില്ലാത്ത തോണിയിൽപ്പെട്ട അവസ്ഥയിലാണ്. സാർ എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കണം. അല്ല,
അതിപ്പോ കോടതിയില് പോലീസ് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങണ്ടേ? എന്റെ പൊന്ന് സാറേ, നിയമപരമല്ലാത്ത വഴിയിലൂടെ പുറത്തു കിടക്കണം. ജയിൽ ബ്രേക്ക് ചെയ്യണം. തടവ് ചാട്ടം. അയ്യോ, അപ്പൊ കോടതി നിയമം വാട്ട് കപ്പി തോട്ട് മീൻ പുലി പോവാൻ പറ സാറേ. സാർ ഒരു അര മനസ്സ് കാണിച്ചാൽ മതി. സാറിന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി ഞങ്ങൾ ഉണ്ടാക്കി തരാം. ജയിലൊക്കെ ചാടിയ കേസിന്റെ ഗ്രാവിറ്റി മാറും പരുന്നേ. എന്തു കുന്തം? സാർ ഒളിവിൽ നിന്ന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി കോടതിയുടെ മുമ്പാകെ ഇട്ടുകൊടുക്കണം. ആ, കോടതി സാറിനെ അഭിനന്ദിക്കുള്ളൂ. പിന്നെ ജയിലിൽ ചാടിയതിന് ഏറിയ 15 ദിവസത്തെ തടവ് ശിക്ഷ, അത്രയേ ഉള്ളൂ. അല്ല, എന്നാലും എന്നാലും ഇല്ല. സാറ് ആലോചിക്കും. സാറേ, സാറിനൊരു വിസിറ്റർ ഉണ്ട്. ആരാ? പേര് പറഞ്ഞില്ല, നേരത്തെ വന്നിട്ടുള്ള ആളാ. ഞാൻ ഊഹിച്ചു വന്നത് നീയായിരിക്കുമല്ലോ. ദാറ്റ്സ് വിശാൽ. ശത്രുവിന്റെ ചൂരും ചുവടുവയ്പും എത്ര അകലിൽ നിന്നും പിടിച്ചെടുക്കാൻ തക്ക ക്രാണശക്തിയും കേൾവിശക്തിയുമുള്ള ജനുസാണ് ഡോക്ടറിന്റേതെന്ന് എനിക്കറിയാം. അതെ, വിശാല് വന്ന കാര്യം പറയും. എന്താ, പുതിയ എന്തെങ്കിലും ഓഫറുമായിട്ടാണോ? അന്ന് വന്നപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ചക്രവർത്തി പദവും ഒക്കെ ആയിരുന്നല്ലോ ഓഫർ. ഇന്നെന്താ, ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നത പദവിയാണോ? അതോ ആരോഗ്യമന്ത്രി സ്ഥാനം തന്നെയാണോ? രണ്ടുമല്ല. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഒരു വിവരം അറിയാന്. എന്തു വിവരം? ശ്രുതിമോളെ എവിടേക്കാ ഡോക്ടർ ജയശങ്കർ മാറ്റിയത്? എന്താ ഡോക്ടർ? എന്റെ മോളെ അവളുടെ മുത്തശ്ശൻ ഇഷ്ടമുള്ളിടത്തേക്ക് മാറ്റി. അതെവിടേക്കാണെന്ന് നീ എന്തിനറിയണം? ഡോക്ടർ നിരഞ്ജൻ കൃത്യമായൊരു മറുപടി തരും എന്ന പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ വന്നത്. ഒന്ന് പറയാം, ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ശ്രുതിമോൾ ഏത് കടലിന്റെ അടിയിലാണെങ്കിലും ഈ വിശാൽ കണ്ടെത്തിയിരിക്കും. എന്തിന്? ഇരയെ തേടി പിടിക്കേണ്ടത് വേട്ടക്കാരന്റെ കടമയല്ലേ ഡോക്ടർ സാർ? നിരഞ്ജൻ ഭൂമിക്ക് മുകളിൽ ജീവനോടുള്ളിടത്തോളം കാലം നിന്റെ വേട്ട നടക്കില്ല വിശാൽ. നീ ഇരയ്ക്ക് കെണിയൊരുക്കുമ്പോ വേട്ടക്കാരന് വല വിരിക്കുന്നതാ എന്റെ രീതി. അറിയാം, അതിനുള്ള ക്രാഫ്റ്റും കാലിബറും ഡോക്ടർ നിരഞ്ജനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തു ചെയ്യാം, അഴിക്കുള്ളിലായി പോയില്ലേ. കൂട്ടിൽ കിടക്കുന്ന സിംഹത്തെ വേട്ടയാടാൻ കഴിയില്ലല്ലോ. തൂണ് പിളർന്നു വന്ന ഒരു സിംഹത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടാവും. ആകാശത്തും ഭൂമിയിലുമല്ലാതെ, രാത്രിയിലും പകലുമല്ലാതെ, ത്രിസന്ധ്യാ നേരത്ത് ശത്രുവിന്റെ നെഞ്ചി പിളർന്ന് ചോര കുടിച്ച ഒരു സിംഹത്തെക്കുറിച്ച്. ഐ നോ, നരസിംഹം. ഹാഫ് മാൻ ഹാഫ് ലയൺ. നമുക്ക് നോക്കാം. ശ്രുതിമോൾ എവിടാണെന്ന് ഞാൻ കണ്ടെത്തും. കണ്ടെത്തിയേ മതിയാവൂ. കാരണം യുദ്ധക്കളത്തിൽ ഞാൻ വീശിയെറിയാൻ കാത്തുവച്ചിരുന്ന ട്രംപ് കാർഡാണ് ശ്രുതിമോൾ. എന്റെ തുറുപ്പ് ചീട്ട. നീ ശ്രമിക്കേ. ശ്രമിക്കും. വിശ്രമമില്ലാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.